ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സംഘമായ 124ാമത് മാരാമൺ കൺവെൻഷന്റെ അവസാന ദിനത്തെ പ്രാരംഭയോഗം മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലിത്തയുടെ ആരാധനയോടുകൂടി ആരംഭിച്ചു. അവകാശമായി ആട്ടിൻകൂട്ടത്തെ സന്തോഷിപ്പിക്കുകയും വിശുദ്ധ സമാധാനത്താൽ ശിഷ്യന്മാരെ സമാധാനപ്പെടുത്തുകയും മഹത്വ ദർശനത്താൽ സ്ത്രീകന്മാരെ ഉറപ്പിക്കുകയും ചെയ്ത രക്ഷിതാവായ മിശിഹാ തമ്പുരാന് പ്രാർത്ഥനാ ശുശ്രൂഷയുടെ ഈ നാഴികയിലും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിനങ്ങളിലും നേരങ്ങളിലും കാലങ്ങളിലും സ്തുതിയും മധുരവും ബഹുമാനവും യോഗ്യമായിരിക്കുന്നു. സാക്ഷാൽ തേജസ്വരൂപനായ ദൈവമേ, നിന്റെ പ്രത്യക്ഷതയാൽ സൃഷ്ടിയെ നീ പ്രകാശിപ്പിച്ചു. നിന്റെ വരവിനാൽ മരണമുള്ളവരായി ഞങ്ങളെ നീ രക്ഷിച്ചു. അദർശനായ ഞങ്ങളുടെ കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുവാനും ജീവിപ്പിക്കുവാനുമായി തത്വഭേദം വരാതെ നീ മനുഷ്യനായി അവതരിച്ചു. നിന്റെ മുഖശോഭയാൽ മരണനിഴലിൻ താഴ്വരെ നീ പ്രകാശിപ്പിച്ചു. നിന്റെ കബറടക്കത്താൽ ഞങ്ങളുടെ കബറടക്കം നീ പ്രത്യാശാസമ്പൂർണമാക്കി തീർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ഞങ്ങളെ ജീവിപ്പിച്ചു. നിന്റെ ജയത്താൽ ഞങ്ങളെ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽപ്പി. പ്രാർത്ഥനയുടെ 7 ദിനരാത്രങ്ങൾക്കൊടുവിൽ വിശുദ്ധ ദിനത്തിന്റെ പ്രഭാതത്തിൽ പ്രൊഫസർ റെവറൻഡ് റേമണ്ട് കുമാലോ മാർത്തോമാ സഭയുടെ പാരമ്പര്യത്തിൽ സന്തോഷിക്കണമെന്ന് തന്റെ പ്രഭാഷണത്തിൽ കൂടി ആഹ്വാനം ചെയ്തു. എന്നിട്ട് അയൽക്കാരോട് പറയണം, പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ സുഹൃത്തായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. മാരാമൺ കൺവെൻഷനിൽ വെച്ച് യേശുവിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചതുകൊണ്ട് നിന്റെ സുഹൃത്തായിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുക. അപ്പോൾ പറയപ്പെടണം, അവരും നമ്മുടെ സഹോദരങ്ങളാണ്, സുഹൃത്തുക്കളാണ് എന്ന് ഓർമ്മിപ്പിക്കപ്പെടുവാൻ കഴിയുന്നു. അതുകൊണ്ട് ഈ വലിയ സംഘത്തിന്റെ, ഈ ദൈവിക കുടുംബം എന്ന വലിയ സംഘത്തിന്റെ ഭാഗമാകുവാനുള്ള ക്ഷണം. ഒരുപക്ഷെ നമുക്ക് അല്പം ബുദ്ധിമുട്ടുള്ള എന്ന് തോന്നുന്ന നാം കാണുന്നതായ കാര്യങ്ങളിലും അങ്ങനെയും ആയിരിക്കാൻ കഴിയണം. ചരിത്രമുറങ്ങുന്ന മണൽപ്പുറത്തെ മഹാസംഗമത്തിന്റെ സമാപന യോഗം റൈറ്റ് റെവറൻഡ് ഡോക്ടർ യുയാക്കി മാർ കുർലോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കുകയും ആർച്ച് ബിഷപ്പ് ജോൺ സെന്റാമോ വചന ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്തു. അവൻ ചേർത്തു പിടിച്ചതിനെ ഞാനും ചേർത്തു പിടിക്കുമ്പോൾ മാത്രമേ വചനത്തിൻ്റെ പ്രഘോഷകരും ക്രിസ്തുവിൻ്റെ സാക്ഷികളുമായി തീരുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതിന് നാം ഉണരണം. സാങ്കേതികതകവും പ്രാഗൽഭ്യവുമുള്ള നമ്മുടെ മക്കൾ സുവിശേഷ ഘോഷണത്തിൻ്റെ വക്താക്കളാകണം. സുവിശേഷ വിഹിത സഭയുടെ പ്രേക്ഷിത ബാറ്റൻ മാതാപിതാക്കളിൽ നിന്നും ഇന്നിൻ്റെ തലമുറ ഏറ്റെടുത്തേ മതിയാവൂ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന പ്രാർത്ഥനയിൽ, പണിയപ്പെടുന്ന സുവിശേഷ ഘോഷണത്തിൽ തൽപരതയുള്ള തലമുറ ലോകത്തിൻ്റെ രൂപാന്തരത്തിന് ഇടയാകും. മാരാമൺ കൺവെൻഷൻ 125ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ enacting the doctrine of creation, incarnation, the cross, the Holy Spirit, the church and the world. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായിരിക്കുന്ന സൃഷ്ടി, ജഡാവതാരം, കുരിശ്, പരിശുദ്ധാത്മാവ്, സഭ, വരുവാനുള്ള ലോകം, ഇവയെല്ലാം സംയോജിപ്പിക്കുന്നത് ദൈവത്തിന്റെ മഹത്വം എന്നുള്ള ആശയമാണ്. It's almost like the tent of meeting in the wilderness, where in Exodus we say the pillar of cloud descending and standing at the entrance of the tent while God spoke with Moses. പ്രഭാത പുസ്തകത്തിൽ സമാഗമന കൂടാരത്തിൽ ദൈവ തേജസ് ഇറങ്ങിയതായി രേഖപ്പെടുത്തി. അതുപോലെ തന്നെയാണിത്. In St. Paul, he puts it this way in 2 Corinthians 3:18, all of us with unveiled faces, seeing the glory of the Lord as though reflected in a mirror, are being transformed into the same image from one degree of glory to another, for this comes from the Lord, the Spirit. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും പ്രിയരേ നാം ഓരോരുത്തരോടും, നാം പ്രാർത്ഥനയിലോർത്ത എല്ലാവരോടും, സഭയുടെ എല്ലാ ആവശ്യങ്ങളോടും കൂടെ ഇരുന്ന് തിരുഹിതപ്രകാരം ഞങ്ങളെ വഴി നടത്തണമേ. യേശു നാമത്തിൽ ഞങ്ങളുടെ യാത്ര കേൾക്കണമേ. നമ്മുടെ കർത്താവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടെ ഇരുന്ന് അനുദിന ജീവിതത്തിൽ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ.
124ാമത് മാരാമൺ കൺവെൻഷൻ അവസാനിച്ചിരിക്കുകയാണ്. ശതോത്തര രജത ജൂബിലിയിലേക്ക് കടക്കുന്ന മാരാമൺ കൺവെൻഷന് 365 ദിനരാത്രങ്ങൾ ബാക്കി. ഏവർക്കും പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. ഓരോ ദിനത്തിലെയും പ്രസംഗങ്ങളും പാട്ടുകളും www.vsquaretv.com എന്ന പേജിലൂടെ ഏവർക്കും കാണാവുന്നതാണ്. ക്യാമറമാൻ ബ്രിജേഷ് കാർത്തികേയൻ, അനൂപ്, അനിൽ എന്നിവരോടൊപ്പം നന്മ, ജിനു, ഏഞ്ചൽ, ജെനി, വി സ്ക്വയർ TV സൈനിങ് ഓഫ്.